ജോലിയുടെ ഭാഗമായി വിപ്ലവ് കാശ്മീരിലേക്ക് ട്രാൻസ്ഫർ വാങ്ങുന്നു. പുതിയ സ്ഥലത്തെത്തുന്ന അവൻ അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമ്പോഴാണ് ആരാധി എന്ന പെൺകുട്ടിയെ കാണുന്നത്. മുസ്ലിം പെൺകുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ അവൻ അവളോട് ഇഷ്ടം പറയുന്നു. ആരാധി അവളുടെ സുഹൃത്തും ഫിറോസ് എന്ന അനിയനെ തേടിയാണ് എത്തിയെന്നൊരു കള്ളക്കഥ പറയുന്നു. ആ കള്ളം വിശ്വസിച്ച വിപ്ലവ് ഇല്ലാത്ത കുട്ടിയെ കണ്ടെത്താനായി അവളോടൊപ്പം പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്നു. അവന്റെ സ്നേഹവും കരുതലും ആരാധിയുടെ മനസ്സ് കീഴടക്കുന്നു. അവസാനം സത്യം പുറത്തു വരുന്നു. ആരാധി ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അവളുടെ അച്ഛൻ ശ്രീനിവാസൻ ഒരു കടുത്ത ഭക്തൻ. അതേസമയം വിപ്ലവിന്റെ അച്ഛൻ ലെനിൻ സത്യൻ ഒരു നിരീശ്വരവാദിയാണ്. വിവാഹകാര്യം വീട്ടിൽ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ജാതകം നോക്കണം, ഹോമം നടത്തണം എന്ന് ആരാധിയുടെ അച്ഛൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം വിപ്ലവിന്റെ അച്ഛന് അംഗീകരിക്കാനാകുന്നില്ല. വാദവും തർക്കവും കടുപ്പമാകുമ്പോൾ വീട്ടുകാരെ വിട്ട് വിപ്ലവും ആരാധിയും വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം ആദ്യകാലം ജീവിതം വളരെ സന്തോഷകരമായാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ കുഞ്ഞിനായുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിൽ സമ്മർദ്ദമാകുന്നു. കുറെ നാളുകൾക്ക് ശേഷം ആരാധി ഗർഭിണിയാവുന്നു. എന്നാൽ അത് അലസി പോകുന്നു. ഈ സംഭവം ആരാധിയെ മാനസികമായി തകർക്കുന്നു. അതോടെ ആരാധിക്ക് തോന്നുന്നത് അച്ഛൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. വിപ്ലവ് അതിനെ എതിർക്കുന്നു. ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ ദുരിതവും തെറ്റിദ്ധാരണവും വളരുന്നു. ബന്ധം തകർച്ചയുടെ വക്കിലെത്തുമ്പോൾ ആരാധി വീട്ടിലേക്ക് മടങ്ങുന്നു. അവളെ തിരിച്ചു കൊണ്ടുവരാൻ വിപ്ലവ് തയ്യാറാകുമ്പോൾ ഒരു നിബന്ധന അവൾ മുന്നോട്ട് വെക്കുന്നു. ഹോമം നടത്തണം, അതിലും അവന്റെ അച്ഛൻ പങ്കെടുക്കണം എന്ന് പറയുന്നു. ആദ്യം എതിർത്തെങ്കിലും അയാൾ മകന്റെ സന്തോഷത്തിനായി ഒടുവിൽ അമ്പലത്തിലെത്തുന്നു. ജീവിതത്തിൽ ആദ്യമായി പൂജയിൽ പങ്കെടുക്കുകയും കുറി തൊടുകയും ചെയ്യുന്നു. പക്ഷെ അതിനിടയിൽ തന്നെ അവളുടെ അച്ഛന് തിരിച്ചറിവുണ്ടാകുന്നു. ഒരാളുടെ വിശ്വാസം മറ്റൊരാളിൽ ബലമായി അടിച്ചേൽപ്പിക്കരുതെന്ന്. ഹോമം വേണ്ടെന്ന് അയാൾ തന്നെ പറയുന്നു. അവസാനം രണ്ടു കുടുംബങ്ങളും പരസ്പരം മനസ്സിലാകുന്നു. അങ്ങനെ അവർ ഒന്നാവുകയും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു അവർക്ക്.